ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് മസാല റൈസാണ്. നിലക്കടലയും തേങ്ങയും കുറച്ച് സ്പൈസസൊക്കെ ചേർത്ത് തയ്യാറാക്കാവുന്ന ഈ റൈസ് റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് സോന മസൂരി റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റൈസ് എടുക്കാവുന്നതാണ്. ഇനി ഇതൊരു 30 മിനിറ്റ് നേരത്തേക്ക് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇനി 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തതിന് ശേഷം നന്നായി വേവിച്ചെടുക്കണം. ഇങ്ങനെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുള്ള 4 കപ്പ് റൈസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന പോലെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ അല്പം ഡ്രൈ ആയിട്ടുള്ള ചോറ് വേണം നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ബാക്കി വന്ന ചോറും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ നിലക്കടല ചേർത്ത് കൊടുക്കണം. ചേർത്തതിന് ശേഷം ഇത് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ 1 ടീസ്പൂൺ ജീരകം, 3 ഉണക്കമുളക്, പിന്നെ വേണ്ടത് വെളുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ വെളുത്ത എള്ള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, കറുത്ത എള്ള് ഇതിലേക്ക് ചേർക്കരുത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ്. അതുപോലെ ഉഴുന്നുപരിപ്പും എള്ളും കടലപ്പരിപ്പും ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് വറുത്തെടുക്കാനായിട്ട്. തേങ്ങ ചേർത്തതിന് ശേഷം 2 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതായിപ്പോൾ തേങ്ങയൊക്കെ ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഒരല്പം തരിതരിപ്പായിട്ട് പൊടിച്ച് മാറ്റി വെക്കണം. ഇനി ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് പൊട്ടിക്കണം. ഈ ഒരു റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ഓയിലായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ നിലക്കടലയാണ്. അപ്പോൾ നിലക്കടല ചേർത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് ചേർക്കുന്നത് വറുത്ത നിലക്കടലയാണ്, പച്ചക്കടലയല്ല. കടല ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് 1 മിനിറ്റ് നേരത്തേക്ക് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 4 കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിയൊന്നും പൊടിഞ്ഞു പോകാതെ ഒന്ന് പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ചെറു തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ റൈസിലേക്ക് മസാലയുടെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറു തീയിൽ അടച്ചു വെച്ച് വേവിക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പീനട്ട് മസാല റൈസ് റെഡി ആയിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ ചേർത്തിട്ടുള്ള പുളിങ്കറിയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് സൈഡ് ഡിഷൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ പുളിങ്കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പീനട്ട് മസാല റൈസിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.